ഇടക്കിടക്ക് വന്നിട്ട് ഐ ടോൾഡ് യു സോ എന്ന് പറഞ്ഞിങ്ങനെ മെയിൻ ആവാനും ഞാൻ ഫുട്ബോളിൽ അഗ്രഗണ്യനാന്ന് തെളിയിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ബട്ട് ഐ ടോൾഡ് യു സോ. എടാ പാകിസ്ഥാനെതിരെയുള്ള പോർച്ചുഗലിന്റെ 5-0 ജയം കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കരുത്. നമ്മളെ സജാദൊക്കെ പറഞ്ഞ പോലെ എടാ ശാസ്ത്രീയമായിട്ട് സയന്റിഫിക് ആയിട്ട് പൊളിറ്റിക്കലി പൊയറ്റിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോർച്ചുഗലിനെ ജഡ്ജ് ചെയ്യരുത്. അല്ലെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞ വാക്ക് എന്തേനു? ഡെലൂഷണൽ ആവരുത്. അണ്ണനെ പറ്റിയിട്ട് പോർച്ചുഗലിനെ പറ്റിയിട്ട് ഓല മേലുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ട്സും അതിനുള്ള ഉത്തരമായിട്ട് ഉസ്ബെക്കിസ്ഥാനെതിരെയുള്ള മാച്ചിനെ കാണരുത് എന്ന് ഞാൻ നല്ല പോലല്ലേ പറഞ്ഞത്. നിങ്ങൾ കുറെ ആളുകള് അപ്പോളജൈസ് ചെയ്യാത്തത് ഉണ്ടായിരുന്നു. ഗുഡ് ഫോർ യു മാൻ. നിങ്ങൾ അപ്പോഴേ പറഞ്ഞു കൊളംബിയക്കെതിരെയും അണ്ണൻ ഇതേപോലെയൊക്കെ ചെയ്താൽ ഞങ്ങൾ അപ്പോളജൈസ് ചെയ്യും. യു ഡോണ്ട് ഹാവ് ടു because they were shite, absolute dog shite. I'd like to take this chance to apologize to absolutely nobody. ഇവിടെ എന്തോ ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതായിട്ടാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുന്നേ വരെ ഫുട്ബോൾ ഫാൻസ് മൊത്തത്തിൽ, പോർച്ചുഗൽ ആൻഡ് റൊണാൾഡോ ഫാൻസ് അല്ല, ഫുട്ബോൾ ഫാൻസ് മൊത്തത്തില് ഈ ഒരു മാച്ചിനെ അത്രക്കും ക്രൂഷ്യൽ ആയിട്ട് പോർച്ചുഗലിനെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വിൻ മാച്ച് ആയിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കളി കണ്ടപ്പോ, എക്സ്പെഷ്യലി പോർച്ചുഗൽ പ്ലേയേഴ്സ് അവിടെ കടന്ന് കാണിക്കുന്നത് കണ്ടപ്പോ, എടാ ഇത് നമുക്ക് മാത്രമായിരുന്നു ഇതൊരു മസ്റ്റ് വിൻ അല്ലെങ്കിൽ ഇത്രയും ക്രൂഷ്യൽ മാച്ച്. കാരണം കൊളംബിയന്റെ പ്ലേയേഴ്സ് ഓർക്ക് ജയിക്കേണ്ട ആവശ്യം പോലുമില്ല, ഓർക്കൊരു സമനില മതി. ഓര് കളിച്ചു ബെറ്റർ എഫേർട്ട് ഇട്ട് ബെറ്റർ ഫുട്ബോൾ, ജയിക്കണം എന്നുള്ള രീതിയിലുള്ള കളി. ആൻഡ് പോർച്ചുഗൽ പ്ലേയേഴ്സ് വാസ് എടാ ഇവർ നടക്കടാ പിച്ചില്, പന്ത് കിട്ടിയ അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഇവർ സമനില തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുക അല്ലെങ്കിൽ കളി സ്ലോ ആക്കുകയാണെങ്കിൽ ആണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഫുട്ബോളിന്റെ ഒരു പാർട്ടാണത്. പക്ഷേ കളി 0-0 നിൽക്കുമ്പോ ഒപ്പോണൻസ് നമ്മളെക്കാൾ നന്നായി കളിക്കുമ്പോ നിങ്ങളാരാ കളി സ്ലോ ആക്കാന്? അത് കളിന്റെ ലാസ്റ്റത്തെ 5 മിനിറ്റിൽ വരെ ഇവര് ബാക്കിൽ സെന്റർ ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനെ കളിക്കുക. സത്യം എനിക്ക് മനസ്സിലാവണില്ല, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടോ ഇവിടെ? വേൾഡ് കപ്പും കളി കാണുന്ന ആൾക്കാരും തമ്മില്? അതോ ഇങ്ങക്കായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നോട്ട്സ് തന്നോ? നിങ്ങള് ജയിക്കേണ്ട ആവശ്യമില്ല, റൗണ്ട് ഓഫ് 16ലും റൗണ്ട് ഓഫ് 32ലും ഒക്കെ നിങ്ങൾക്ക് ബെറ്റർ അല്ലെങ്കിൽ ഈസിയർ ഒപ്പോണൻസ് നിങ്ങൾ സമനില ആയാലാണ് തരാന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. കാരണം പോർച്ചുഗൽ ജയിച്ച ഒരു ബെറ്റർ പാത്ത് വേ വേൾഡ് കപ്പിൽ കിട്ടുമായിരുന്നു. അപ്പൊ ആ ഒരു ചാൻസ് ഒക്കെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ മാത്രമുള്ള ഒരു, നിങ്ങൾ ഫ്രാൻസ് ഒന്നല്ലല്ലോ, ഫ്രാൻസിനെ പോലെ അങ്ങനത്തെ ഫുട്ബോൾ കളിക്കുന്ന ടീമൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ ഏത് ടീം അപ്പുറം വന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദീസ് പ്ലേയേഴ്സ്. ഓക്കെ, ദ ഓൺലി ഗൈ ഇന്നത്തെ ക്രിറ്റിസിസത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരേ ഒരാൾ, ആൻഡ് ഹി ഡിസേർവ്സ് ഇറ്റ്. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ പോർച്ചുഗൽ ഒരു 3-4 മിനിമം വാങ്ങേണ്ടതാ. He carried so much. Ruben Dias nuts. He was decent. ആളെ ഭാഗത്തുനിന്ന് സില്ലി സംഭവങ്ങളൊന്നും ഇല്ല. സിറ്റുവേഷൻ അനുസരിച്ച് ആള് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഓക്കെ. വെയ്ഗ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കഴപ്പുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സെക്കൻഡ് ഹാഫിലും ഹി ഡിഡ് റിയലി ഗുഡ്. പോർച്ചുഗൽ കൺസീഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഈ 3 ആളുകളാണ്. ഓക്കെ, ഇവരാണ് മാറ്റി നിർത്തി ബാക്കി എല്ലാവർക്കും. ഓക്കെ, João Felix 6.4 rating. That is very unfair. Okay, that is unfair. കാരണം ഈ വിറ്റീഞ്ഞക്കും ബ്രൂണോക്കും ഒക്കെ നിങ്ങൾ 7ഉം പച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനും പച്ച കൊടുക്കുക. കാരണം വിറ്റീഞ്ഞക്ക് എന്താ ചെയ്തത്? എടാ ഇതൊക്കെ അവര് കളിക്കുന്ന ലീഗിലെ ബെസ്റ്റ് പ്ലേയേഴ്സാ. വിറ്റീഞ്ഞന്റെ ഒക്കെ മുന്നിൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രോഗ്രഷൻ. ഓക്കെ, സൈഡ് വേസ് ബാക്ക് പാസ്, ഇതിനൊക്കെ വിറ്റീഞ്ഞ ലോകത്തിലെ തന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ഒരാൾ ആവശ്യമുണ്ടോ? സൈഡ് വേസ് എന്തൊക്കെ കൊടുക്കാൻ എനിക്ക് അറിയില്ല, ഇല്ല, ആവശ്യമില്ല. ഓക്കെ, ബ്രൂണോ ആകെ ഒരു നല്ല ചാൻസ് ആ മര്യാദക്ക് പോർച്ചുഗലിന് കിട്ടിയത്. അത് ബ്രൂണോ 2 മാച്ചിൽ ഇപ്പൊ ബ്രൂണോ നല്ല ചാൻസ് മിസ്സാക്കിയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മാച്ചിൽ നിങ്ങൾ എന്തൊക്കെയാണ് അണ്ണ നടി കൂടെ കൊടുക്കാത്തതിന് നിങ്ങൾ പറഞ്ഞത് ആലോചിക്കണേ. ബ്രൂണോക്ക് അതിനേക്കാളും നല്ല 2 ചാൻസ് ഇപ്പൊ കിട്ടിയിട്ട് 2 ആൾ സ്കോർ ചെയ്തിട്ടില്ല. അത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് അസിസ്റ്റർ, റെക്കോർഡ്, വെറും അസിസ്റ്റർ അല്ല, റെക്കോർഡ് അസിസ്റ്റ് കൊടുത്ത ആൾ. പൂച്ചാണ്ടി മോനെ, വാട്ട് ആർ യു ഡൂയിങ്? പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആവുമ്പോൾ 2 കാല് ഉപയോഗിച്ചൊന്ന് കളിക്കും. നിങ്ങളൊക്കെ ഇതൊക്കെ എന്താടാ ഇത്? ഹൂബൻ നൗഷ്
അൽ ഹിലാലിൽ കാണിക്കുന്ന ബുള്ളിങ് ഒന്നും ഇവിടെ കൊളംബിയനായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഓരോരുത്തരും വിളിച്ച് ചീത്ത പറയേണ്ടത്, പിന്നെ എനിക്ക് വയ്യ. എടാ ഇത് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണ് ഇത്രേ. മര്യാദക്ക് ഒരു 1v1 അല്ലെങ്കിൽ കടന്നു പോകാൻ വരെ വയ്യ. ജൗ കൻസെലോ ആള് ഗോട്ട് ഹുക്ഡ് ഇൻ 45 മിനിറ്റ്സ്. അതുകൊണ്ട് ആളെ പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കാരണം അന്നൊരു അസിസ്റ്റ് കൊടുത്ത ഒരാളാണല്ലോ. ആൻഡ് ഇതാണ് ഞാൻ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞത്. ഓക്കെ, കോച്ചിന് ഒരു റൈറ്റ് വേണം. കോച്ചാണ് കോച്ച് എന്നുള്ള ഒരു ചിന്ത കോച്ചിന് വേണം. അയാള് അത്രയും ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് ഒന്നും നടത്തിയിരിക്കില്ല എങ്കിൽ പോലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ ഹോംലാൻഡർ അണ്ണൻ കൊടുക്കണില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് ശരിയാവാ? അണ്ണാ, താങ്കളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ കുറച്ചേരം ഒന്ന് മാറിക്കൊടുക്ക്. ഇന്നെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കല്ലേ. ലൈക്ക് സീരിയസ്ലി ഇഷ്ടാണ്, പക്ഷെ പറയിപ്പിക്കരുത്. എടാ ഇങ്ങക്ക് സംഭവം അവിടെ ഞാൻ നല്ല ചൂടാന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു രാത്രിയാണ് കളി. അവിടെ മയാമിയിലെ കാലാവസ്ഥ അങ്ങനെയാണ് അത്രേ. രാത്രിയാണെങ്കിലും ഒടുക്കത്തെ ചൂടാ. അപ്പൊ ഈ പ്ലേയേഴ്സ് അവരിങ്ങനെ 24/7 അത്രയും നേരം ഫുൾ ടൈം പ്രഷറും പ്രസ്സും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ലോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു അത്രയും മോശം കണ്ടീഷനാണ് അവിടുത്തെ. അപ്പൊ പിന്നെ 41 വയസ്സുള്ള അണ്ണനെ സംബന്ധിച്ചും ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഇന്നെ കൊണ്ട് കഴിയണില്ല എന്ന് പറഞ്ഞത് കേറി കൊടുത്തൂടെ. ആ പയ്യന്മാർ ഇറങ്ങി വന്നിട്ട് ആ സ്ട്രൈക്കിൽ ഒന്ന് പ്രസ്സൊക്കെ ചെയ്യട്ടെ. ഇയാൾ എന്തിനാ അവിടെ ഇങ്ങനെ ഇന്നാണ് കളിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ മര്യാദ ചെയ്യണം. തേങ്ങ കൊല. എടാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. കളിന്റെ കാര്യം ഓക്കെ, ആള് 41 വയസ്സിൽ 4 ആളെ ഡ്രിബിൾ ചെയ്ത് പോയി ഗോൾ അടിക്കണം എന്നൊന്നല്ല ഞാൻ ഈ പറയുന്നുണ്ട്. എടാ കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സ് കൊടുക്കുന്നതിന് ഒരു 50% എഫേർട്ടിലുള്ള പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഉസ്ബെക്കിസ്ഥാനെതിരെ ആൾ അതൊക്കെ കുറച്ചെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടേനു. ഇത് ഈ ക്രൂഷ്യൽ മാച്ച് ആയപ്പോ അതും പോയി. എനിക്കറിയില്ല, വെറുതെ അണ്ണൻ തന്നെ അണ്ണന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിക്കാണ് ആൾക്കാരെ കൊണ്ട്. അണ്ണൻ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാണ്, പിടിച്ചു തൂങ്ങി നിൽക്കാണ്, അതാണ് മറ്റേതാണ്. ഈ കളിക്കണ നോക്ക്, ഈ കോച്ചിന് ആവശ്യമുള്ള സമയത്ത് ഒരു ചേഞ്ച് വരുത്താൻ ഇയാൾ സമ്മതിക്കണില്ലേ? അതോ കോച്ചിന് അറിയില്ലേ? എടാ ഒരു 60-ാം മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം സിയാർസോനെ കൊണ്ട് തീരെ വയ്യ. എടാ ഗോൺസാലോ ഗുഡസ് ഉണ്ട്, റാമോസ് ഉണ്ട്. എടാ ഇവരൊന്ന് ഇറങ്ങിയിട്ട് ഗോൾ അടിച്ച് കൂട്ടുന്നല്ല ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് അണ്ണനെ കൊണ്ട് കഴിയാത്ത പ്രസ്സിങ്ങും കാര്യങ്ങളെങ്കിലും വെച്ചൊന്ന് ചെയ്യാലോ, ബാക്കിയുള്ള പ്ലേയേഴ്സിന് എന്തെങ്കിലുമൊക്കെ കിട്ടാന്. മൊത്തത്തിൽ അപരാധമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റാക്ക്, മിഡ്ഫീൽഡ്, ദേ ആർ അബ്സല്യൂട്ട് ഡോഗ് ഷൈറ്റ്. മൊത്തത്തിൽ പറയിപ്പിച്ചു. ആരും എഫേർട്ട് ഇട്ടിട്ടില്ല. ഓക്കെ, ഇൻക്ലൂഡിങ് റൊണാൾഡോ ആരും എഫേർട്ട് ഇട്ടിട്ടില്ല. ഈ കോസ്റ്റ് മാത്രമാണ് അഗെയിൻ ഹി വാസ് ഗുഡ്. ഹി വാസ് റിയലി റിയലി ഗുഡ്. പിന്നല്ലേ ലൂയിസ് ഡിയാസ്, സെയിം. ഞാൻ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതാ ഈ സീസൺ കണ്ടപ്പോ. പക്ഷെ നമുക്കില്ല, അണ്ണനെ പറയുന്ന പോലെ നമ്മൾ ഇവരാരും പറയൂല കേട്ടോ. അത് വേറൊരു കാര്യം. ലൂയിസ് ഡിയാസ് ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ടതിന്റെ 1% പോലും ആൾ ഈ ഒരു മാച്ചിൽ ചെയ്തിട്ടില്ല. അതും കൻസെലോനൊക്കെ ഹുക്ക് ചെയ്തിട്ട് പോലും. എന്നാലും നമ്മൾ അണ്ണനെ പറയും, പാവം അണ്ണന്റെ മേലുള്ള സ്റ്റാൻഡേർഡ് കുറച്ച് വലുതാ. പക്ഷെ ഇത് അണ്ണനായിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇത് അണ്ണനായിട്ട് ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ഞാൻ പറയും, അത്രക്കുള്ളൂ. ലൂയിസ് ഡിയാസ് എന്തപ്പോ പുള്ളി ചെയ്തത്? അബ്സല്യൂട്ട്ലി നത്തിങ്. നമ്മളെ ഹാമിസ് റോഡ്രിഗസ് വാസ് ഡീസെന്റ്. ഓക്കെ, ആള് ഇപ്പോ ടോപ്പ് ലെവലിലുള്ള ഒരാളോ അങ്ങനെ ഒന്നല്ല. പക്ഷെ കൊളംബിയന്റെ ആ ഒരു ജേഴ്സി അണിയുമ്പോ അതിലൊരു സാധനം ആൾ കാണിക്കും. അത് ആ ഒരു പാഷൻ ആണോ, കൺട്രിയോടുള്ള ഇഷ്ടമാണോ, എന്താണെങ്കിലും ഹി വാസ് വെരി 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 ഗുഡ്. റോഡ്രിഗസിനെ പറ്റി പറഞ്ഞപ്പോഴാണ്, എടാ ഐ തിങ്ക് ഫസ്റ്റ് ഹാഫിന്റെ അവസാനത്തിൽ എന്തോ തോന്നുന്നുണ്ട്, റോഡ്രിഗസ് പോർച്ചുഗീസ് ഹാഫില് ഓക്കെ പോസ്റ്റിന്റെ മുന്നിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കുക. അണ്ണനാണ് ബാക്കിലുള്ളത്. എന്നിട്ട് അണ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുക റോഡ്രിഗസ് പോസ്റ്റ് അടിക്കണവരെ. എടാ നിങ്ങളിപ്പോ റയൽ മാഡ്രിഡിലെ ടീംമേറ്റ്സ് ഒന്നും അല്ല നോക്കി നിൽക്കാന്. ഇങ്ങനത്തെ ഓരോ സാധനം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. അതൊക്കെയാണ് ഗോൾ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ആ മൊമെന്റ് മാത്രം എടുത്തിട്ട് അണ്ണൻ അടുത്തൊരു മാസം ഊക്കുള്ള സാധനം ആൾക്കാർ ഉണ്ടാക്കും. എന്നിട്ട് അണ്ണൻ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കും. കൊളംബിയന്റെ ഡിഫൻസ് ആൻഡ് കീപ്പേഴ്സ് എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസ്. കുറെ കുറ്റം പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഏത് കഴിഞ്ഞു, ഈ സാധനം കഴിഞ്ഞു. ഇറ്റ്സ് ഓവർ. ആൻഡ് പോർച്ചുഗലിനെ സംബന്ധിച്ച് ഇനി ഒരു ടഫ് റൂട്ട്, ഈസി റൂട്ട് ആയിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, ക്വാർട്ടർ ഫൈനൽ അർജന്റീനയായിട്ട് പൊട്ടും. അതിനേക്കാളൊക്കെ ബെറ്റർ ഇതാ. കാരണം അർജന്റീനയും മെസ്സിനായിട്ടും ഒക്കെ തോറ്റിന് ശേഷം പോർച്ചുഗൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതെന്നും കൂടെ അറിയുമ്പോൾ അതിനേക്കാളും ബെറ്റർ അതിന് മുന്നേ വേറെ ഏതെങ്കിലും ടീമിനായിട്ട് കളിച്ച് തോൽക്കണ്ട. എന്തായാലും ആ ഒരു റിയാലിറ്റി ചെക്കൊക്കെ പോർച്ചുഗലിനും ഫാൻസിനും അണ്ണനും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് നോക്കണല്ലായി ഓക്കെ, ആ ഒരു പാത്ത് പോർച്ചുഗൽ ഇനി കളിക്കാനുള്ള പാത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്.
Croatia, Spain, then maybe USA. It's better than I thought. Not gonna lie. Maybe Martinez was cooking. നമ്മൾ അറിയാത്ത എന്തോ സംഭവങ്ങൾ അവിടെ നടന്നോ. Let's see. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യ്. മറ്റേ സജാദ് ഒക്കെ പറയണ പോലെ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം കാര്യങ്ങൾ, എത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ ഫീൽ ചെയ്തു എന്നുള്ളതൊക്കെ. അപ്പോഴേ അത് വായിക്കുന്നവർക്കും ഒക്കെ ചിരിക്കാനും ട്രോളാനൊക്കെ പറ്റുള്ളൂ. അത് നിങ്ങൾ മാക്സിമം ട്രോളണം കേട്ടോ കമന്റ്സിൽ. പോർച്ചുഗലിനെയും അണ്ണനെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആവാതെ അല്ലെങ്കിൽ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പറയണം. കാരണം ദേ ഫ്ലിപ്പിൻ ഡിസേർവ്സ് ഇറ്റ്. കാരണം അത്രക്കും വലിയ അപരാധം കഴപ്പാണ് ഈ ഒരു മാച്ചിൽ അവർ ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാർ എന്താ, ഈ കളി കാണുന്ന ആൾക്കാരൊക്കെ എന്താ പൊട്ടന്മാരാണോ? ഓല രാജ്യത്തിനെ നമ്മൾ ഇന്ത്യക്കാരാണ് ഓല രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കുണ്ട് വിഷമം. അപ്പൊ ആ പോർച്ചുഗലിലുള്ള പാവ ആൾക്കാരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അണ്ണൻ ഇങ്ങനെ ഹോംലാൻഡർ സംഭവങ്ങൾ കാണിക്കുന്നതും ബാക്കി ലോകത്തിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഉള്ള സ്ക്വാഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടീമിന് എന്തൊരു സങ്കടം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. അത്ര കൊള്ളും. ബൈ ബൈ.